വിയർപ്പ് പൊടിഞ്ഞ അവൻ്റെ നെഞ്ചിലേക്ക് ചുണ്ടുകൾ അമർത്തി വെച്ചു ഭദ്ര. നീളമുള്ള മുടിയിഴകളിലൊന്നാകെ അവൻ്റെ ദേഹത്ത് പരന്നു കിടന്നു. കുറുമ്പ് കാണിക്കുമോ പെണ്ണേ? ആണെങ്കിൽ എന്താ, ഞാനും കുറുമ്പ് കാണിക്കും. കള്ളച്ചിരിയുടെ പറയുന്നവനെ മുഖമൊന്ന് ഉയർത്തി കൂർപ്പിച്ചു നോക്കി ഭദ്ര. ഭദ്രകാളി, എന്തൊരു നോട്ടോ, ചങ്കിലങ്ങ് തറഞ്ഞു കയറുന്ന പോലെ. കരി എഴുതിയ ഉണ്ടക്കണ്ണുകളിൽ നോക്കിക്കണ്ടവൻ പറഞ്ഞതും ഉറക്കെ ചിരിച്ചു പോയവൾ. ഭദ്രേ, നിന്നോട് പറഞ്ഞിട്ടില്ലടി ഞാൻ വിളിക്കുമ്പോൾ മൂളരുതെന്ന്. പെണ്ണൊരു ഇലിയോടെ അവൻ്റെ അടുത്തേക്ക് കിടന്നു. വീണ്ടും അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടവൻ. അയ്യോ നന്ദേട്ടാ, എൻ്റെ കാല് നെഞ്ചത്താണോടി? ഉറക്കെ ചോദിച്ചതും കൈ ഉയർത്തി ആദരങ്ങളെ പൊതിഞ്ഞു പിടിച്ചവൾ. എന്തൊരു ദേഷ്യം നന്ദേട്ടാ. പേടിച്ചോ എൻ്റെ ഭദ്രപ്പെണ്? പിന്നെ എൻ്റെ അടുത്ത് ഈ ദേഷ്യമൊന്നും ഏൽക്കില്ല. ശരിക്കും ആന്നേ, ഏൽക്കുന്ന വേറൊരു കാര്യമുണ്ട്. നന്ദേട്ടൻ എൻ്റെ പൊന്നിനെ കാണിച്ചു തരാമേ? കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞവൻ. ഭദ്രയുടെ കൈകൾ അവൻ്റെ നഗ്നമായ തോളിലും ഇടുപ്പിലുമായി മുറുകി. ഈമച്ചിമ്മത തന്നെ നോക്കിക്കിടക്കുന്നവളെ നോക്കി കള്ളച്ചീരിയോടെ അവളെ ചുണ്ടിനെ പൊതിഞ്ഞവൻ. ഒന്ന് കുറുകിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു ഭദ്ര. ഒരു കൈയാൽ അവളെ കവളിനെയും മറു കൈയാൽ കുഞ്ഞു വയറിനെയും പൊതിഞ്ഞു പിടിച്ച് അവളെ നുകർന്നെടുത്തവൻ. ഭദ്രയുടെ വിരലുകൾ അവനിൽ ആഴത്തിൽ മുറുകി. മാറുകൾ അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു. ശ്വാസം വിളങ്ങിയതും അവനെ തള്ളി മാറ്റി കിതച്ചു പെണ്ണ്. കൊല്ലുക എന്നെ? ഇല്ലല്ലോ, ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുറുകെ പുണർന്നു. ചിരിയുടെ കണ്ണുകളടച്ച് ആ ഹൃദയതാളം കേട്ട് കിടന്നവൾ. അവരൊക്കെ എന്ത് പോയ നന്ദേട്ടാ? അറിയില്ല ഭദ്രേ, ജോലിയെല്ലാം ഉള്ളവരല്ലേ, വിട്ടിട്ട് ഇത്രയും ദിവസമൊന്നും മാറി നിൽക്കാനാവില്ലല്ലോ, അതാകും. പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ പെണ്ണ് ചോദിച്ചതും അലസമായൊരു മറുപടി നൽകിയവൻ. കാരണം എന്താണെന്ന് വ്യക്തമായി അറിയില്ലെങ്കിലും അമ്മയാണ് അവരുടെ പോക്കിന് പിന്നിലുള്ള കാരണം എന്നവന് മനസ്സിലായിരുന്നു. ആ വിഷയം അവന് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നിയതും ഭദ്രയും പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. വീണ്ടും അവൻ്റെ നെഞ്ചിൽ തന്നെ പതുങ്ങിക്കിടന്നവൾ. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ നെറുകിൽ ചുണ്ട് ചേർത്തവൻ. ആ നിമിഷം മറ്റൊരു ചിന്തയും അവനിലുണ്ടായിരുന്നില്ല. മദ്യപിച്ച് പാതിബോധത്തിൽ കിടക്കുന്നവനെ ജോരു വേദനയോടെ നോക്കി. ഒരു പതിവ് കാഴ്ചയാണിതിപ്പോൾ. സ്വയം നശിച്ചുകൊണ്ട് ആരൊക്കെയോ തോൽപ്പിക്കാനുള്ള ശ്രമം. ഭദ്രേ. ലഹരിയിലും അവൻ്റെ ആദരങ്ങളിൽ തങ്ങി നിൽക്കുന്ന നാമം. ഇത്രയും അവളെ പ്രണയിച്ചവന് എങ്ങനെയാണ് മറ്റൊരുവളെ സ്നേഹിക്കാനാവുന്നത്? ജോ ഒരു നോവോടെ ഓർത്തുപോയി. ഭദ്രയുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അവന് സ്ഥാനമില്ല. ഈശ്വരനെ പോലും അവർ ഒന്നിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നിരിക്കണം. അതാകും ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഭദ്രയിൽ നിന്നും അവൻ്റെ ഓർമ്മകളെപ്പോലും മായ്ച്ചു കളഞ്ഞത്. മനസ്സ് കല്ലാക്കി ഭദ്രയെ തള്ളി പറയേണ്ടി വന്നവൻ്റെ മുഖം ജോയിൽ ഇന്നും നോവു തീർത്തു. കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടും അതിലേക്കായി അവൻ്റെ ശ്രദ്ധ. ദിയ കോളിംഗ്. 2 തവണ കൂടി ഫോൺ തുടർച്ചയായി റിങ് ചെയ്തതും ജോരു അമർഷത്തോടെ കോൾ എടുത്തു. ജോജ. അപ്പുറത്തു നിന്നും തേങ്ങിക്കൊണ്ടുള്ള അവളുടെ സ്വരം. തൻ്റെ കൂടപ്പിറപ്പാണ്. എന്നിട്ട് പോലും ജോയ്ക്ക് അവളോട് യാതൊരു ദയയും തോന്നിയില്ല എന്നതാണ് സത്യം. അവളിൽ നിന്ന് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിന് കാണാം അവൾ തന്നെയാണെന്ന പൂർണ്ണ ബോധ്യവും അവനുണ്ട്. ആരും അടിച്ചേൽപ്പിച്ച വിധിയല്ല, സ്വയം വാശി കാണിച്ച് നേടിയതാണ്. ജോജ. ആൽവിച്ചൻ ചോദിക്കുമ്പോൾ തന്നെ നേർത്തു പോയുള്ള സ്വരം. ജോ തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ചത്തട്ടില്ല, പക്ഷേ ഇങ്ങനെ പോയാൽ അധികം വൈകാതെ അതുമുണ്ടാകും. ഉള്ളിലെ ദേഷ്യവും സങ്കടവും എല്ലാം വാക്കുകളായി തന്നെ പുറത്തേക്ക് വന്ന നിമിഷം ഇപ്പുറത്തു നിന്നുള്ള ഹൃദയം നുറങ്ങി. ഇനിയും ഇതുപോലെ വിളിച്ച് ശല്യം ചെയ്യരുതിയാ. അവൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. പറ്റുമെങ്കിൽ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്ത് അയച്ചേക്ക്. അത്രയും പറഞ്ഞ ആ ഫോൺ കോൾ അവസാനിപ്പിക്കുമ്പോൾ പോലും ജോയുടെ മനസ്സിൽ ആൽഫിയുടെ അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ പെങ്ങൾ കാണാം അവനിങ്ങനെ നശിക്കുന്നത് കാണാൻ ജോയ്ക്കും ആവുന്നുണ്ടായിരുന്നില്ല. അവൻ ആഗ്രഹിക്കാത്ത ആ ബന്ധത്തിൽ നിന്നെങ്കിലും ഒരു മോചനം അവന് നേടിക്കൊടുക്കണം എന്ന് തോന്നി ജോയ്ക്കും. അത്രയെങ്കിലും അവന് വേണ്ടി ചെയ്യണം എന്ന് തോന്നി. വിറച്ചുകൊണ്ട് തന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്നുള്ള ഉടലിൻ്റെ ചൂട് അവനെയും പൊള്ളിച്ചു. ഭദ്രേ, കണ്ണു തുറന്നേ, എന്നിട്ട് ഈ കാപ്പി കുടിച്ചേ. ഒരു കൈ കൊണ്ട് അവൾ നെഞ്ചോട് ചേർത്ത് മറുകയിൽ ഗ്ലാസും പിടിച്ചുകൊണ്ടാണ് പറച്ചിൽ. പനിയാണ് പെണ്ണിന്. രാത്രി മുതൽ തുടങ്ങിയതാണ്. ആ നിമിഷം മുതൽ ഉറങ്ങിയിട്ടില്ല അനന്തൻ. ഭദ്രേ, എനിക്ക് വേണ്ട നന്ദേട്ടാ. ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടൊരസിയതും നന്ദൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു. കള്ളിപ്പെണ്ണ്. ശബ്ദമില്ലാതെ ആദരങ്ങൾ മൊഴിഞ്ഞു. വലിയ പക്വതയുള്ള ആളാണ്. ഒരു പനി വന്നപ്പോൾ വിറച്ചുകൊണ്ട് തന്നോട് ചിണുങ്ങുന്നത്. ആ നിമിഷം ഒരു കുഞ്ഞിനോടെന്ന പോലെ ഒരുപാട് വാത്സല്യം തോന്നി അവനും. പനി മാറാനല്ലേ, നീ ഇത് കുടിച്ചില്ലെങ്കിൽ ഞാൻ ദേവസനെ വിളിക്കും.
ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ ട്രിപ്പായി, ഇഞ്ചക്ഷനായി. നന്ദൻ പറഞ്ഞു തുടങ്ങിയത് മുഖം വീർപ്പിച്ചുകൊണ്ട് കണ്ണു തുറന്നവൾ. അവനൊരു ചിരിയോടെ ചുണ്ടിലേക്ക് ഗ്ലാസ് അടുപ്പിച്ചതും ഒരു കവിൾ കുടിച്ചുകൊണ്ട് പെണ്ണുമുഖം ചുളിച്ചു. എരിവാ നന്ദേട്ടാ. അത് കുരുമുളകിൻ്റെ ആണ്, സാരില്ല, ഇത്തിരി മധുരം തരാം. ആദ്യം അത് മുഴുവൻ കുടിക്ക്. ഒന്നൂതി തണുപ്പിച്ചുകൊണ്ട് വീണ്ടും ചുണ്ടിലേക്ക് മുട്ടിച്ചതും ഇമച്ചിമ്മാതെ അവനെ നോക്കിക്കൊണ്ട് അത് മുഴുവനും കുടിച്ചവൾ. ഇവിടെ ഇരിക്കെ, ഞാനിത്തിരി ശർക്കര എടുത്തിട്ട് വരാം. പെണ്ണിനെ പതിയെ ബെഡിലേക്ക് ചേരിച്ചിരുത്തി പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റതും അവൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയവൾ. നന്ദനൊന്നു നിന്നു. എനിക്ക് ശർക്കര വേണ്ട. പിന്നെ എരിവ് മാറണ്ടേ? അത് വേണം. മുഖം കുനിച്ച് കള്ളച്ചിരിയോടെ പറയുന്നവളെ അവനും ചിരിയോടെ നോക്കി. പിന്നെ എന്തു വേണം എൻ്റെ ഭദ്രയ്ക്ക്? കുറുമ്പോടെ അവളിലേക്ക് മുഖം കുനിച്ച് ചോദിക്കുന്നവൻ. മറുപടി ഏതുമില്ലാതെ നിന്നു പെണ്ണ്. മുഖത്തോട്ട് നോക്കടി. മീശ പിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞതും പതിയെ മിഴികൾ ഉയർത്തിയെന്ന് നോക്കിയവൾ. ഇനി പറ, എൻ്റെ ഭദ്രയ്ക്ക് എന്താ വേണ്ടത്? ഈ തവണ പെണ്ണിൻ്റെ മുഖവും ഒന്ന് വീർത്തു. കളിപ്പിക്കുമോ അവൻ? എനിക്കൊന്നും വേണ്ട. പരിഭവിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും ബെഡിലേക്ക് കിടന്നതും പുറകെ അവനും ചേർന്നു. തിരിഞ്ഞു നോക്കാതെ കിടന്നതേയുള്ളൂ പെണ്ണ്. നന്ദൻ ഒരു ചിരിയുടെ വയറിൽ കൈ ചുറ്റി അവളെ നെഞ്ചിലേക്ക് ചേർത്തു. ഒന്ന് വിറച്ചു പോയെങ്കിലും പരിഭവം മാറിയിരുന്നില്ല. അതറിയെ വീർപ്പിച്ചു വെച്ച കവളിലായി പതിയൊന്ന് ചുംബിച്ചവൻ. ഒന്ന് കുറുകിക്കൊണ്ട് വെട്ടിച്ചു പെണ്ണ്. വീണ്ടും ഒന്നുകൂടി ചുണ്ടു ചേർത്ത് വെച്ചതും തിരിഞ്ഞു കിടന്ന് ഇറക്കെ പുണർന്നു അവൻ്റെ ആദരങ്ങളെ പൊതിഞ്ഞവൾ. വിടർന്ന മിഴികളോടെ അവളെ ചേർത്ത് പിടിച്ചു നന്ദൻ. നാവിൽ അപ്പോഴും മറിയുന്ന എരിവും മധുരവും കൂടി രസങ്ങൾ. മറ്റെല്ലാം മറന്നുകൊണ്ട് അവനോട് മാത്രമായി ചേർന്നവൾ. ആർദ്രമായി നോവിക്കാതെയുള്ള ചുംബനം. ഒടുവിൽ എപ്പോഴോ തളർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലെ ചുവടിലേക്ക് തന്നെ ചാഞ്ഞു പെണ്ണ്. ചിരിയോടെ വാരി പിടിച്ചുകൊണ്ടവനും. ഏറെ നേരം ഇരുവരും കിതച്ചുകൊണ്ട് കിടന്നുപോയി. നന്ദേട്ടന് പനിക്കും, പതിയെ പറഞ്ഞവൾ. പനിച്ചോട്ടെ. കുറുമ്പോടെ അവനും മറുപടി നൽകി. ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന പെണ്ണ്, ഒരിക്കലും ഒരകലം പോലും ആഗ്രഹിക്കാതെ. ഇച്ചായം പോയ കാര്യം എന്തായി? ജേക്കബിൻ്റെ നേരെ കയ്യിലെ ചായ നീട്ടിക്കൊണ്ട് കത്രീന ചോദിച്ചു. എന്താവാനാ, ആ ഫോട്ടോ വെച്ചൊന്നും അന്വേഷിക്കാൻ ഞാൻ നമ്മുടെ സാമിനോട് പറഞ്ഞിട്ടുണ്ട്. പഴയ ഫോട്ടോയിലേ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ എങ്ങനെയാ എവിടെയാ എന്നൊന്നും അറിയുകയുമില്ലല്ലോ. ദീർഘമായിന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ സോഫയിലേക്കിരുന്നു. ആൽഫി വിളിച്ചിരുന്നോ നിന്നെ? ചായ കുടിച്ചുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചതും മമ്മയുടെ മുഖം വാടി, കണ്ണുകൾ കലങ്ങി. ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അയാൾക്ക്. താൻ ചെയ്തു പോയ തെറ്റാണ്. സുഹൃത്തിൻ്റെ മകൾ ആത്മഹത്യ ചെയ്ത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്നപ്പോൾ സ്വന്തം മകനെ മറന്നു. അവൻ്റെ ഇഷ്ടങ്ങളും മോഹങ്ങളും എല്ലാം മറന്നു. പ്രാണനെ പോലെ അവൻ സ്നേഹിച്ചവളെ അവനെ കൊണ്ട് തന്നെ തള്ളി പറയിച്ചു. ആ കൊച്ചിൻ്റെ കണ്ണുനീരിൻ്റെ ശാപാവും ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത്. ഏതോ ഓർമ്മയിൽ മമ്മ പറഞ്ഞുകൊണ്ട് മിഴികൾ തുടച്ചു. വാക്കുകൾ ഏതുമില്ലാതെ നിന്നുപോയ അയാൾ. കണ്ണുനീരിൽ കുതിർന്ന ഒരു വെള്ള മുഖം, ഇന്നും തന്നെ വേദനിപ്പിക്കുന്ന മുഖം. കഴിഞ്ഞുപോയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാനായെങ്കിലെന്ന് വെറുതെ ആശിച്ചു പോയ അയാൾ. ആ മോളിപ്പോ എവിടെയെന്നറിയോ ഇച്ചായ? പതിയെ ഇടറിക്കൊണ്ടാണ് മമ്മയുടെ ചോദ്യം. ഒരുപാട് ഇഷ്ടമായിരുന്നു ആൽഫിക്ക് അവളെ. ആദ്യമായി ഒരു പെൺകുട്ടിയെക്കുറിച്ച് അവൻ വാ തോരാതെ സംസാരിച്ചത് മമ്മ ഒരു നോവോടെ ഓർത്തു. ഒരു ഫോട്ടോയെങ്കിലും കാണിച്ചു താടാ എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ വിളിച്ചുകൊണ്ട് വരാം മമ്മ എന്ന് കള്ളച്ചിരിയുടെ പറഞ്ഞവൻ. ആദ്യമായി അവളെ കണ്ട നിമിഷം മമ്മയോർത്തു. അവളെ കരച്ചിലും മകൻ്റെ പ്രാണനാകുന്ന നോവും ഒരുമിച്ച് മമ്മയിൽ നിറഞ്ഞു. വേണ്ടിയിരുന്നില്ല ഇച്ചായ, ഒന്നും. അവളിലായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം മുഴുവനും. അവൻ്റെ ജീവനും ജീവിതവും എല്ലാം അവളായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവർ അകത്തേക്ക് പോകുമ്പോൾ മകനെയൊന്ന് ദഹിപ്പിച്ച് നോക്കിക്കണ്ട് അമ്മച്ചിയും തിരിഞ്ഞു നടന്നു. എൻ്റെ പെണ്ണമ്മച്ചി മാലാക പോലെ അല്ലയോ എന്ന് ചോദിച്ച് ഒരു കുറുമ്പി പെണ്ണെ ചേർത്ത് പിടിച്ച് ചിരിക്കുന്ന ആൽഫിയുടെ മുഖമായിരുന്നു അമ്മച്ചിയുടെ ഉള്ളിലും. സൂര്യൻ്റെ കുത്തുന്ന വെളിച്ചം കണ്ണിലേക്ക് തുളച്ചു കയറിയതും ആൽഫി തൻ്റെ മുഖം ചുളിച്ചുകൊണ്ട് മിഴികൾ തുറന്നു. തലയൊന്നാകെ വലിഞ്ഞു മുറുകി പൊട്ടുന്നത് പോലെ. തലേ ദിവസത്തെ ലഹരിയുടെ തളർച്ച. എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും തനിക്കില്ലെന്ന് തോന്നിയവന്. കുറച്ചു നേരം അതേ ഇരിപ്പ് തുടർന്നിട്ടും തല നേരെയാക്കാത്തത് പോലെയുള്ള തളർച്ച. അവൻ്റെ അവസ്ഥ അറിഞ്ഞതുപോലെ മുന്നിലേക്ക് നീണ്ടുവരുന്ന ഒരു കപ്പും അതിൽ ആവി പറക്കുന്ന കോഫിയും. അത് നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന ജോയുടെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തെ കയ്യിൽ വാങ്ങി ചുണ്ടോട് ചേർത്തവൻ. നീത് എന്തിനുള്ള പുറപ്പാടാണ് ആൽഫി? അല്പസമയത്തെ മൗനത്തിന് ശേഷം കുറച്ച് അമർഷത്തോടെ തന്നെ ജോ ചോദിക്കുമ്പോൾ അത്രയും ദിവസം കൂടി വരും തോറും സ്വയം നശിക്കുന്നവനോടുള്ള വേദനയും സഹതാവുമായിരുന്നു അവനിൽ. അവനുള്ള ഉത്തരം പോലെ സ്വയം നിന്ദിച്ച് ചിരിച്ചതേയുള്ളൂ ആൽഫി. നീ മറ്റാരെയും കുറിച്ച് ഓർക്കണ്ട ആൽഫി. നിന്റെ മമ്മയും അമ്മച്ചിയും അവരെ ഓർത്തെങ്കിലും ഈ സ്വയം നശിക്കുന്നത് നിർത്ത്.
എന്നും നിന്റെ ഏതാഗ്രഹത്തിനും കൂടെ നിന്നവരാണ്. എനിക്കാവുന്നില്ല ജോ. ജോയുടെ വാക്കുകൾക്ക് മറുപടി നൽകുമ്പോൾ തന്നെ നേർത്തു പോയവൻ്റെ ശബ്ദം. ഡാ, എന്താടാ? കാലം ചെല്ലുമ്പോൾ എല്ലാം നമ്മൾ മറന്നു പോകും എന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഓരോ ദിവസം കഴിയും തോറും എനിക്കുള്ളിൽ അവളും ആ ഓർമ്മകളും മാത്രമാണ് ജോ. കൂടുതൽ മികവോടെ തെളിഞ്ഞു വരുക. പഴകും തോറും വീര്യമേറുന്ന പോലെ. മറുപടി ഏതുമില്ലാതെ നിന്നുപോയി ജോയും. മനസ്സിലാവും അവനെ. ഒരു പക്ഷെ തന്നുള്ള മറ്റാർക്കും മനസ്സിലാവുകയുമില്ല. മറക്കാൻ വയ്യടാ. അന്ന് മറ്റൊന്നും ഓർക്കാതെ ആരെയും കേൾക്കാതെ എൻ്റെ കൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. ആരും ഞങ്ങളെ തേടി വരാത്ത ഒരിടത്തേക്ക്. ഒരിക്കലും പുറത്തു വരാൻ ആവാത്ത ഒരു ചുഴിയിൽ അകപ്പെട്ട പോലെ പറയുന്നവൻ. ജോയുടെ ഉള്ളവും നീറി. അവരെ എന്തിനു വേണ്ടി പിരിച്ചു എന്നൊരു ദേഷ്യം തോന്നിപ്പോയി കർത്താവിനോട് പോലും. കാലം ചെല്ലുമ്പോൾ അതിനുള്ള ഉത്തരം മറ്റൊരുവിൻ്റെ രൂപത്തിൽ തന്നെ തനിക്ക് മുന്നിൽ എത്തുമെന്ന് ജോയും ആ നിമിഷം അറിയാതെ പോയി. നന്ദേട്ടാ, മതിയേ, ഇനി കയറി വാട്ടോ. കുളത്തിൻ്റെ പടവിലിരുന്ന് വിളിച്ചു പറയുന്നുണ്ട് ഭദ്ര. കാലിൻ്റെ പ്രശ്നങ്ങളെല്ലാം ശരിയായപ്പോൾ കുളത്തിൽ കുളിക്കാൻ ഒരു മോഹം പറഞ്ഞ് ഇറങ്ങിയതാണ് ആനന്ദൻ. ഒരു ടർക്കിയും പിടിച്ച് ഭദ്രയും കൊണ്ട് പടവിലിരിക്കുന്നു. മെയ് വഴക്കത്തോടെ നീന്തി തുടിക്കുന്നവനെ കാണെ പെണ്ണിനും മിഴികളും ഒന്ന് വിടർന്നു. അവൻ്റെ മുഖത്തെ ചിരിയും സന്തോഷവും എല്ലാം ഹൃദയത്തിലേക്ക് ആഴത്തിൽ ചേർത്ത് വയ്ക്കും പോലെ. അവനിൽ മാത്രമാണ് തന്നെ സന്തോഷമെന്നും ഹൃദയം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് പോലെ. അവൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്കും ഒപ്പമാണ് ഇന്ന് ഭദ്ര. അവനിൽ തുടങ്ങി അവനിൽ തന്നെ അവസാനിക്കുന്നത് പോലെ. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ആള് കയറി വരുന്ന ലക്ഷണമൊന്നും കാണാതെ വിളിച്ചതാണ് പെണ്ണിപ്പോൾ. നീ വാ പെണ്ണേ, നല്ല രസാടി. കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് പറയുന്നവനെ കൂർപ്പിച്ച് നോക്കിയവൾ. വാടി. പിന്നെ എനിക്ക് ഭ്രാന്താണല്ലോ നട്ടുച്ചയ്ക്ക് ഈ കുളത്തിൽ കുളിക്കാൻ. അതുമല്ല, ഞാനൊരു തവണ കുളിച്ചതാ. വീണ്ടും വന്ന് വിളിക്കുന്നവനെ നോക്കി കാര്യമായി തന്നെ പറഞ്ഞു പെണ്ണ്. അവിടെ ഒരു കള്ളച്ചിരിയാണ്. ആ ടവലിങ്ങി തന്നെ ഭദ്രേ. പടവിലേക്ക് നീന്തി വന്നുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടിയാണ് ചോദ്യം. മറ്റൊന്നും ചിന്തിക്കാതെ അവന് നേരെ അത് നീട്ടിയതും അതിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളെയും കുളത്തിലേക്കിട്ടവൻ. നന്ദേട്ടാ. ആദ്യത്തെ പകുപ്പ് മാറി പെണ്ണിന് ബോധം വന്നപ്പോഴേക്കും ഇടുപ്പിൽ ചുറ്റി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു നന്ദൻ. വിറച്ചുകൊണ്ട് അവൾ അവനോട് ഒട്ടി നിന്നു. നനഞ്ഞു കുതിർന്നു നിൽക്കുന്നവൻ അവളെയും നനച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. എന്ത് പണിയെ കാണിച്ചേ? ഞാൻ മുഴുവൻ നനഞ്ഞില്ലേ? പരിഭവം കൊണ്ടുള്ള കുണ്ടക്കണ്ണുകൾ കോർത്തു. അത് സാരില്ലെന്നേ, എൻ്റെ പൊന്നിൻ്റെ ഈ നനവൊക്കെ നന്ദേട്ടൻ തന്നെ തുടച്ചു തരുമല്ലോ. കള്ളച്ചീരയുടെ മേശ പിരിച്ച് പറയുന്നവനെ കണ്ണും മേശം നോക്കിയെന്നവൾ. ഒരു കടലോളം പ്രണയം ഹൃദയത്തിൽ ഒളിപ്പിച്ചവൻ. ഇങ്ങനെ നോക്കലടി, എനിക്ക് എന്തൊക്കെയോ തോന്നും. കുറുമ്പോടെ വീണ്ടും പറഞ്ഞതും ചുണ്ടോരം വന്നെത്തിയ പുഞ്ചിരി ഒതുക്കി പിടിച്ചു ഭദ്ര. ഭദ്രേ, എന്തോ? നനയാം. ഇത്ര നനഞ്ഞിട്ടും ഇനി എന്ത് നനയാനാ? മുഴുവനായും നനയാം ഭദ്രേ. പറഞ്ഞുകൊണ്ട് തന്നെ അവളുമായി കുളത്തിൻ്റെ ആഴത്തിലേക്ക് നീങ്ങിയവൻ. ഒരു വിറയിലൂടെ ഭദ്ര നന്ദനോട് ചേർന്നു. കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് വീണ്ടും ഒന്ന് ഉയർന്നു വന്നവർ ഇരുവരും ഒരുപോലെ നനഞ്ഞു. തന്നെ നെഞ്ചോട് ചേർന്നവളുമായി കുളപ്പടവിലേക്ക് ചായുമ്പോൾ പരസ്പരം ഉയർന്നു കിളക്കുന്ന ആഴത്തിൽ ഇരുഹൃദയം തുടിച്ചു. നനഞ്ഞു കുതിർന്ന ഉടലുകൾ തമ്മിൽ ഇറക്കെ പുണർന്നു. ദൃഢമായ അവൻ്റെ വലിയ ശരീരത്തിനുള്ളിൽ അവളുടെ കുഞ്ഞുടൽ ഞെരിഞ്ഞമരുന്ന പോലെ. മനസ്സും ശരീരവും ഒരു വേള എന്തൊക്കെയോ മോഹിച്ചു തുടങ്ങിയ നിമിഷം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൻ അവളെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചു. ഉയർന്നു പോയൊരു പിടപ്പിൽ മുൻപെങ്ങും തോന്നാത്ത ഒരു ഭയം അവനിൽ നിറയുന്ന പോലെ. എന്ത് പറ്റി നന്ദേട്ടാ? പെണ്ണിൻ്റെ ചോദ്യത്തിൽ ഒരു ഞെട്ടലുടെ മുഖം കുനിച്ചു നോക്കിയവൻ. തൻ്റെ പ്രണയത്തിൽ ചുവന്നു തോർത്തു പോയൊരുവൾ. നന്ദൻ്റെ ഹൃദയം ആർദ്രമായി. നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട് ഭദ്രേ? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചോദ്യത്തിൽ പെണ്ണിൻ്റെ മിഴികൾ ഒന്ന് കുറുകി. എന്താ? കുഞ്ഞൊരു അത്ഭുതവും കൗതുകവും നിറഞ്ഞൊരു മറുചോദ്യമായിരുന്നു അവളിൽ. എന്തിനാ അവളോട് അങ്ങനെ ചോദിച്ചുവെന്ന് അവന് പോലും അറിയുന്നില്ലെന്നുള്ളത് മറ്റൊരു സത്യം. പറഭദ്രേ. വീണ്ടും വാശി പിടിക്കുന്നവൻ ആ നിമിഷം വാക്കുകൾ കൊണ്ട് ഒരിക്കൽ കൂടി അവളുടെ പ്രണയം അറിയണം എന്ന് തോന്നിയവന്. ഈ ഭദ്രയുടെ ഭ്രാന്താണ് അനന്തൻ. എൻ്റെ ജീവനും ജീവിതവുമെല്ലാം. അവനുള്ളം അറിഞ്ഞ പോലെ കൂടുതൽ ചോദ്യങ്ങൾ ഒന്നുമില്ലാതെ മറുപടി നൽകിയവൾ. അടുത്ത നിമിഷം ഭദ്ര പോലും ഞെട്ടിച്ചുകൊണ്ട് അവളുടെ മാറിൽ മുഖം ചേർത്ത് ഒന്ന് വിതുമ്പിയവൻ. നന്ദേട്ടാ. പകച്ചുകൊണ്ട് അവൾ വിളിക്കുമ്പോൾ നനഞ്ഞു കുതിർന്ന ഉടലിനെ പൊള്ളിച്ചുകൊണ്ട് കണ്ണീർ തുള്ളികൾ അവളിൽ പതിച്ചു. ഒന്നും അറിയാതെ എന്തിനു വേണ്ടി അവൻ്റെ നൊമ്പരം എന്നറിയാതെ ഭദ്ര അവനെ ചേർത്ത് പിടിച്ചു. നേരമേറെ കടന്നുപോയി. ഒരു വാക്ക് പറയാതെ ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ച നിമിഷങ്ങൾ. വെറുതെ അവളിലെ നെഞ്ചിലെ താളം കേട്ടുകൊണ്ട് ചാഞ്ഞു കിടന്നവൻ. നേർത്ത തെന്നിൽ ശരീരം ഒന്ന് കുളിരുമ്പോൾ ഇറക്കെ പുണർന്നു. ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഭദ്രയിൽ. അവനൊരുപാട് മോഹിച്ചു പോയ നിമിഷങ്ങൾ. അതിലേക്ക് ചേർന്ന് വന്ന സമയം എന്തു പറ്റിയെന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു ഭദ്രയ്ക്ക്.
ആനന്ദിൻ്റെ മനസ്സ് അപ്പോഴും പിടഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയും കാലം തോന്നാത്ത ഭയം ഈ നിമിഷം തോന്നിയത് എന്തിനു വേണ്ടിയാകുമെന്നോർത്ത് പോയവൻ. അവളിന്ന് തൻ്റെ ഭദ്രയല്ലേ, തൻ്റെ ഭാര്യയല്ലേ, അവൾക്കുള്ളിലും താൻ മാത്രമല്ലേ. ഒരിക്കൽ അറിഞ്ഞു പോയൊരു നോവ് വീണ്ടും അവനിൽ നിറഞ്ഞു. നന്ദേട്ടാ, നന്ദേട്ടാ. കഴിഞ്ഞോ സങ്കടം? പതിയെ, അത്രമേൽ പതിയാണ് ചോദ്യം. അത്ര നേരം ഉള്ളിൽ മതിച്ചുകൊണ്ടിരുന്ന ഭയമെല്ലാം മറന്നുകൊണ്ട് അവൻ്റെ ചൊടികൾ വിടർന്നു. ഒരു ചോദ്യം കൊണ്ട് പോലും തന്നെ നോവിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുന്നവൾ, താനായി പറയാതെ ആ കാരണം അറിയാതെ ശ്രമിക്കാത്തവൾ. മുഖമൊന്നുയർത്തിക്കണ്ട് അവൾ നെറുകയിലെ മാഞ്ഞു തുടങ്ങിയ ചുവപ്പിൽ ചുണ്ടു ചേർത്ത് വെച്ചവൻ.